ഗ്ലോറി ടു ജീസസ്. ഈ നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മാർച്ച് മാസത്തിലെ പ്രൊഫറ്റിക് വേഡിലേക്ക് ഞങ്ങൾ നിങ്ങളെ ഹാർദവുമായി സ്വാഗതം ചെയ്യും. ഹീബ്രൂസ് ചാപ്റ്റർ 12:1, എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടി ഓടുക. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മളൊരു ഓട്ടക്കളത്തിലാണ്. നമ്മൾക്ക് മുമ്പിൽ ദൈവം ഒരു ഓട്ടം വെച്ചിട്ടുണ്ട്. വ്യക്തിപരമായി, കുടുംബമായി, തലമുറകളായി ദൈവം വെച്ചിരിക്കുന്ന ഓട്ടത്തിൽ സ്ഥിരതയോടുകൂടി ഓടുവാനാണ് പരിശുദ്ധാത്മാവാൻ ദൈവം എബ്രായ ലേഖനത്തിലൂടെ നമ്മളെ അരുളിച്ചെയ്യും. എന്തിനാണ് എബ്രായ ലേഖനം എഴുതിയത്? എബ്രായ മതത്തിൽ നിന്നും ക്രിസ്തുമതം സ്വീകരിച്ചവർ മതപീഠ വർദ്ധിച്ചപ്പോൾ, പിന്തിരിഞ്ഞു പോകാൻ സാഹചര്യമുള്ളപ്പോൾ അവരെ ഓർമ്മിപ്പിക്കുക. നമുക്ക് മുമ്പേ ഒരു കൂട്ടം പേർ ഈ ഓട്ടക്കളത്തിൽ വന്നവരാണ്. പ്രതിസന്ധികളിൽ ഇല്ലാഞ്ഞിട്ടല്ല, പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല, അതിൻ്റെ നടുവിൽ അരുമനാഥൻ്റെ കരം അവർക്ക് അനുകൂലമായിരുന്നു. എന്നെ ഈ മാർച്ച് മാസത്തിൽ കേൾക്കൊണ്ടിരിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുക, നീ ഏതെല്ലാം വിഷയത്തിൽ ഭാരപ്പെട്ടും വേദനിച്ചും ഇരിക്കുന്നോ, നിനക്കും എനിക്കും മുമ്പേ ഒരു കൂട്ടം പേർ ഈ ഓട്ടക്കളത്തിൽ അവർക്ക് മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്ന ഓട്ടം പൂർത്തിയാക്കിയവരാണ്. അവർ നമ്മളെ കാത്തിരിക്കുക. ഏതെല്ലാം മേഖലയിൽ വിഷമിച്ചിരിക്കുന്നാലും അരുമനാഥൻ്റെ കരം നിന്നെ പിടിച്ച് നിന്നെ എഴുന്നേൽപ്പിച്ചെന്ന് പറയുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ ഈ മാസത്തിൽ ദൈവാത്മാവ് ചെയ്യാൻ പോവുക. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ഹല്ലേലൂയ ജനിച്ചതുകൊണ്ടോ ഒരുവൻ്റെ പേര് ക്രിസ്ത്യാനിക്ക് ചേർന്നതായതുകൊണ്ടോ യേശുവിനെ അറിയണമെന്നില്ല. യേശുവിനെ വ്യക്തിപരമായി അനുഭവിച്ച് നാം അറിയണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ഏത് സഭയിലാണെങ്കിലും ഏത് സമുദായത്തിലാണെങ്കിലും യേശു നിങ്ങളുടെ അകത്ത് വന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ചില മേഖലകൾ ദൈവാത്മാവ് ഓപ്പണാക്കി തരും. ചിലപ്പോൾ നിങ്ങളൊരു രോഗശാന്തിക്കായിട്ടായിരിക്കാം യേശുവിനെ വിശ്വസിച്ചത്. ചിലപ്പോൾ നിങ്ങളുടെ സാമ്പത്തികമായ ഒരാവശ്യം നിറവേറാൻ വേണ്ടിയായിരിക്കാം യേശുവിൽ ആശ്രയിച്ചത്. പക്ഷെ അതൊരു തുടക്കം മാത്രമാണ്. ഏതെല്ലാം മേഖലകളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും അത് പ്രവർത്തിച്ചു തരുവാൻ അവൻ അന്നും എന്നും സർവശക്തിയുള്ള ദൈവമാണ്. ചില ദിവസങ്ങളിലും ചില മാസങ്ങളിലും അതൊന്നും നടക്കുന്നില്ലെങ്കിലും എൻ്റെ ദൈവം സർവശക്തിയുള്ള ദൈവമാണെന്ന് നീ പറയുന്നവനാണോ, നീ പറയുന്നവളാണോ, നിനക്ക് വേണ്ടി എൻ്റെ ദൈവം പ്രവർത്തിക്കും. സഹോദര സഹോദരി, നിനക്ക് വേണ്ടി എൻ്റെ ദൈവം പ്രവർത്തിക്കും. നമ്മുടെ അരുമനാഥൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. ആഗോള വ്യാപകമായി ഈ ഭൂമിയിൽ പലതരത്തിലുള്ള വിഷയങ്ങൾ ഉടലെടുക്കാനും ഉണ്ടാകാനും പോവുക. പലതരത്തിൽ സാമ്പത്തികമായ മാന്ദ്യങ്ങൾ വീണ്ടും ചില രാജ്യങ്ങളെ, ഭൂഖണ്ഡങ്ങളെ വിഴുങ്ങുന്ന രീതിയിൽ ഉണ്ടാകാൻ പോകുമ്പോൾ നിൻ്റെ കൂടെ, നിൻ്റെ കുടുംബത്തിൻ്റെ കൂടെ, വാഗ്ദത്തം കേട്ട നിൻ്റെ കൂടെ, നിൻ്റെ കുടുംബത്തിൻ്റെ കൂടെ, തലമുറയിലൂടെ അരുമനാഥൻ ഉണ്ടെന്ന് പറയുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളെ ദൈവാത്മാവ് ശക്തീകരിച്ച് ബലപ്പെടുത്തി നിന്നെ ഉറപ്പിക്കാൻ പോവുക. ഒരു കാര്യം മാത്രം എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി മറന്നു പോകരുത്. എന്നെ കേൾക്കുന്ന ശുശ്രൂഷകരെ നിങ്ങൾ മറന്നു പോകരുത്. ഏൽപ്പിച്ച ദൗത്യം അത് മറക്കാതെ, ഏൽപ്പിച്ച ദൗത്യത്തിനൊത്തവണ്ണം ഏകാഗ്രത ഹൃദയത്തോടെ അവൻ്റെ നാമം അവൻ വിളിക്കൊത്തവണ്ണം ഓടുവാൻ തക്കവണ്ണം ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിച്ച് നിന് മുമ്പോട്ട് ഓടിയേ പറ്റൂ. ചിലർ ചോദിക്കും, ദൈവദാസനെ, ഞങ്ങൾക്ക് വലിയ കൃപാവരമൊന്നുമില്ല, ഞങ്ങളെങ്ങനെ മറ്റുള്ളവരോട് യേശുവിനെക്കുറിച്ച് പറയും? ഞങ്ങൾ പ്രവാചകരല്ല, ഞങ്ങൾ അപ്പോസ്തലരല്ല, ഞങ്ങൾക്ക് പ്രത്യേക ശുശ്രൂഷയൊന്നുമില്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദലാണ്. നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ഒന്നും നടക്കുന്നില്ലയോ? നിങ്ങൾ യേശുവിനെക്കുറിച്ച് ഒരു ദിവസം ഒരാളോടെങ്കിലും ഒന്ന് പറഞ്ഞു നോക്ക്. ഈ മാസത്തിൽ തന്നെ, ഈ മാർച്ച് മാസത്തിൽ തന്നെ കഴിഞ്ഞ ചില വർഷങ്ങളായി നീ കേട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രവചന സന്ദേശങ്ങൾ, പ്രവചന ദൂതുകൾ, പ്രൊഫറ്റിക് വേഡുകൾ നിൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോവുക. യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ സ്ഥിതിക്ക് മാറ്റുന്നതായി ബൈബിൾ പറയുന്നു. രക്ഷകനകത്ത് വന്നതെങ്കിൽ നിന്നെ രക്ഷിച്ച ദൈവത്തെക്കുറിച്ച് നീ അനേകരോട് പറയുമ്പോൾ നിൻ്റെ അവസ്ഥയ്ക്ക് ദൈവത്തിൻ്റെ ആത്മാവ് മാറ്റം വന്നിരിക്കും. നീ യേശുവിനെക്കുറിച്ച് പറയാൻ തയ്യാറാണെങ്കിൽ നിൻ്റെ അകത്ത് ദൈവം ഇട്ടിരിക്കുന്ന കൃപാവരങ്ങൾ പുറത്തു വരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കും. പട്ടണങ്ങൾക്ക് വേണ്ടി, ഗ്രാമങ്ങൾക്ക് വേണ്ടി,
ഭൂഖണ്ഡങ്ങൾക്ക് വേണ്ടി ദൈവം വിളിക്കപ്പെട്ട ചിലതിൻ്റെ അകത്തുള്ള കൃപാവരങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മാത്രയിൽ തന്നെ പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. നിൻ്റെ ശുശ്രൂഷയിൽ, നിൻ്റെ വ്യക്തിപരമായ ലൈഫിൽ, നിൻ്റെ പ്രാർത്ഥനയിൽ എന്തു തന്നെ നടന്നാലും നീ പറഞ്ഞു കൊടുക്കേണ്ട ഒരു നാമമുണ്ട്, യേശുവിൻ്റെ നാമം. മരിച്ചുയർത്തെഴുന്നേറ്റ യേശുവിനെക്കുറിച്ച്, നമ്മുടെ നടുവിൽ ജീവിക്കുന്ന യേശുവിനെക്കുറിച്ച്, വിശ്വസിക്കുന്നവരെ ചേർപ്പാൻ വരുന്ന യേശുവിനെക്കുറിച്ച് നീ ഈ മാസത്തിലിരുന്ന് പറഞ്ഞു നടക്ക്. നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ കുടുംബത്തിൻ്റെ അകത്ത്, നിൻ്റെ തലമുറയുടെ മേൽ ആത്മീയമായും സാമ്പത്തികമായും ഭൗതികമായും അനുഗ്രഹിക്കുന്ന ദൈവത്തെക്കുറിച്ച് അനേകർ നിൻ്റെ ജീവിതം ഒരു സാക്ഷ്യമാണെന്ന് പറയത്തക്ക രീതിയിൽ ഒരു വലിയ മിറാക്കിൾ ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്യിക്കും. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വാഗ്ദത്ത വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ വചനത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കേട്ടുകൊണ്ടിരുന്ന ജനത്തിൻ്റെ മേൽ കർത്താവേ, ഇവരുടെ കുടുംബങ്ങളുടെ മേൽ, ഇവരുടെ തലമുറയുടെ മേൽ വെളിച്ച അങ്ങയെക്കുറിച്ചൊരു ബോധ്യവും വെളിപ്പാടും ആഴത്തിൽ വർദ്ധിക്കുവാൻ തക്കവണ്ണം ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ ഇവരിലുള്ള വെളി പുറത്തു വരുവാൻ കർത്താവെ, ഗ്രാമങ്ങളെ, പട്ടണങ്ങളെ, ഭൂഖണ്ഡങ്ങളെ കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ പുറത്തു കൊണ്ടുവരുന്ന ചിലത്, ഒതുങ്ങിക്കിടക്കുന്ന ചിലത് എന്നത്തോടുകൂടി പുറത്തു വരുവാൻ അവർ കുടുംബമായി, തലമുറയായി ദൈവത്തിൻ്റെ വേലയിൽ വ്യാപൃതരായി തീരുവാൻ പരിശുദ്ധാത്മാവാം ദൈവമേ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭൂമിയിൽ അവർ നറങ്ങുന്ന, വേദനിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ നിൻ്റെ കരം ചലിക്കാൻ പോകുന്ന കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവേ, സകല മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.